ഈ ഒരു സിനിമ ഐമാക്സിൽ കുറഞ്ഞ് ഞാൻ വേറെ ഒരു തിയേറ്ററിലും റെക്കമെൻഡ് ചെയ്യില്ല. അമ്മാതിരി ഒരു കിടിലൻ എക്സ്പീരിയൻസ് ആണ് ഇന്ന് എനിക്ക് കിട്ടിയത്. അപ്പൊ നിങ്ങൾക്കൊക്കെ മനസ്സിലായി കാണും നമ്മുടെ ബ്രാഡ് പിറ്റ് നായകനായിട്ട് വന്ന F1 സിനിമയെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു വന്നത്. എന്റെ മോനെ എന്തൊരു ഫീലാണെന്നറിയാവോ ഈ സിനിമ തിയേറ്ററിൽ കണ്ടിരിക്കുമ്പോൾ. സ്റ്റോറി ഒക്കെ നോക്കുവാണെങ്കിൽ ആ യൂഷ്വൽ സ്റ്റോറി ഒക്കെയാണ് നമ്മൾ കണ്ടിട്ടുള്ള യൂഷ്വൽ സ്റ്റോറി ഒക്കെ തന്നെയാണ്. പക്ഷേ ഇത് പ്യുവർലി ഫോർ ഐമാക്സ് ആണ്. പ്യുവർലി നിങ്ങൾ എക്സ്പീരിയൻസ് ഇൻ ഐമാക്സ് എന്ന് പറയില്ലേ, ഫുൾ ഷൂട്ടഡ് ഇൻ ഐമാക്സ് ക്യാമറ. അത് തിയേറ്ററിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. ഈ സിനിമ കണ്ടിരിക്കുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ F1 റേസ് കാണുന്ന കാണികളായിട്ടല്ല, നമ്മൾ ആ F1 കാറിൽ ഇരിക്കണ ഫീലാണ്. അത്രയും ഫീല് നമുക്ക് ഈ സിനിമയ്ക്ക് തരാൻ സാധിച്ചു. അതുപോലെ തന്നെ ഇതിന്റെ സ്ക്രീൻ പ്ലേ, ഡയറക്ഷൻ, ഇതൊക്കെ എന്ത് രസമാണെന്നറിയാവോ. നമ്മള് ലാസ്റ്റത്തെ റൈസ് ഒക്കെ ആകുമ്പോൾ ത്രില്ലടിച്ച് നമ്മൾ തന്നെ ഓടിക്കുന്ന ഒരു രീതിയിലുള്ള ഫീലാണ് ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ കിട്ടണേ. പിന്നെ ഞാൻ പറയുവാണെങ്കിൽ ഇപ്പൊ ഐമാക്സിനൊക്കെ ഇച്ചിരി റേറ്റ് കൂടുതലാണ്. അവര് 800 റുപ്പീസ് വരെയൊക്കെ ചാർജ് ചെയ്യണത്. അപ്പൊ ഒരു 2 ആഴ്ചയൊക്കെ കഴിയുവാണെങ്കിൽ അത് ഒരു 350-400 റുപ്പീസിലേക്കൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ ഈ മൂവി ഫസ്റ്റ് ടൈം കാണുവാണെങ്കിലും ഐമാക്സിൽ തന്നെ കാണാൻ ശ്രമിക്കുക. പൈസയൊക്കെ കുറഞ്ഞിട്ട് കുറച്ച് വെയിറ്റ് ചെയ്തിട്ടാണെങ്കിൽ ഈ പടം ഐമാക്സിൽ കാണാൻ ശ്രമിക്കുക. കാരണം ഇത്രയും ഒരു കിടിലൻ എക്സ്പീരിയൻസ് ആണ് ഗൈസ് ഈ ഐമാക്സിൽ നിങ്ങൾക്ക് കിട്ടണേ. പിന്നെ നിങ്ങൾ F1 റേസ് ഒക്കെ കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ കുറച്ച് ക്യാമിയോ ഒക്കെ ഇതിൽ വന്നിട്ടുണ്ട്. F1 റേസ് ഒക്കെ കാണുന്നവരാണെങ്കിൽ നിങ്ങൾ എന്തിനാണ് ഗൈസ് വെയിറ്റ് ചെയ്തിരിക്കുന്നത്? ജസ്റ്റ് ടേക്ക് എ ടിക്കറ്റ് ഇൻ ഐമാക്സ് ആൻഡ് ഗോ വാച്ച് ദിസ് മൂവി. കിടിലൻ.